നമ്മളുടെ പുതിയ റെസ്റ്റോറൻറ്റിൻ്റെ ഇനോഗ്രേഷൻ ചടങ്ങാണ് ഇപ്പോൾ ഇവിടെ നടക്കുന്നത്. MG റോഡിലുള്ള, നമ്മുടെ തൃശ്ശൂർ ടൗണിലെ MG റോഡിലുള്ള സ്പിയർമിൻറ്റ് എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിൻ്റെ ഇനോഗ്രേഷൻ ചടങ്ങാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനോഗ്രേഷൻ ചെയ്തിരിക്കുന്നത് പ്രശസ്തയായിട്ടുള്ള ശ്രുതി സിത്താരയാണ്, ആർട്ടിസ്റ്റായിട്ടുള്ള ശ്രുതി സിത്താരയാണ് ഇനോഗ്രേഷൻ ചെയ്തത്. എല്ലാവരും നമ്മളുടെ കൂടെ ഒപ്പമുണ്ട്. അപ്പം നമുക്ക് ശ്രുതി സിത്താരയോട് ചോദിക്കാം എന്താ വിശേഷങ്ങളെന്ന്. എല്ലാവർക്കും നമസ്കാരം. ഒരുപാട് സന്തോഷം സ്പിയർമിൻറ്റ് ഉദ്ഘാടനം ചെയ്യാനായിട്ട് കഴിഞ്ഞതിൽ. ഇവരുടെ പുതിയ സംരംഭമാണ്. എല്ലാവിധ ആശംസകളും നേരുന്നു. പേര് പോലെ തന്നെ സ്പിയർമിൻറ്റ് എന്ന് വെച്ചാൽ തുളസി എന്നല്ല അർത്ഥം. തുളസി പോലെ നൈർമല്യമായിട്ട് മാറട്ടെ. എല്ലാവിധ ആശംസകളും അറിയിച്ചുകൊള്ളുന്നു ഹോട്ടൽസിന്. പിന്നെ ഇവിടെ വരുമ്പോഴൊക്കെ എന്തായാലും തൃശ്ശൂർ വരുമ്പോൾ ആദ്യം വരുന്ന സ്പോട്ടായി മാറും. ഡെഫിനറ്റ്ലി ഞാനും ഫ്രണ്ട്സൊക്കെ ആയിട്ട് എപ്പോഴും വരാറുള്ള സ്ഥലമാണ് തൃശ്ശൂർ. പല പ്രോഗ്രാംസിനൊക്കെ ആയിട്ട് വരുന്നതാണ്. അപ്പോൾ ഡെഫിനറ്റ്ലി നെക്സ്റ്റ് ടൈം തൃശ്ശൂർ വരുമ്പോൾ എന്തായാലും ഭക്ഷണം കഴിക്കുന്നത് ഇവിടെ നിന്നായിരിക്കും. സോ എല്ലാവിധ വിജയാശംസകളും നേരുന്നു രണ്ടുപേർക്കും. അപ്പോൾ അതിൻ്റെ റെസ്റ്റോറൻറ്റിൻ്റെ ഓണറായിട്ടുള്ള ആൾക്കാർ ഇവിടെ നമ്മളുടെ ഒപ്പമുണ്ട്. നമുക്ക് അവരോട് ചോദിക്കാം ഇവിടുത്തെ മെനു എന്തൊക്കെയാണ്, എല്ലാവർക്കും വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ഇവർ പ്രിപ്പയർ ചെയ്യാനായിട്ട് പോകുന്നതെന്ന് ചോദിക്കാം. ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളത് നമ്മൾക്കറിയാം അൽഫാം, മന്തി, ബിരിയാണി. അത് തന്നെയാണ് മലയാളികൾക്ക് എന്നും പ്രിയപ്പെട്ട സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബിരിയാണി തന്നെയാണ്. അപ്പം ഞങ്ങളുടെ സ്പെഷ്യൽ എന്ന് പറയുന്നത് ഞങ്ങളുടെ ബിരിയാണി തന്നെയാണ്. ബിരിയാണിക്ക് എല്ലാവരും വരണം, വന്ന് കഴിക്കണം. അഭിപ്രായം ഞങ്ങൾക്ക് രേഖപ്പെടുത്തി തരണം. അതിനുള്ള ബുക്കുകളും മറ്റുള്ള കാര്യങ്ങളും കൂടി ഉണ്ട്. അപ്പോൾ തീർച്ചയായും നിങ്ങളെല്ലാവരും വരുന്ന എന്ന് ഞാൻ വീണ്ടും വരുന്നത് ഞാൻ പ്രത്യേകം പറയാണ്. ഈ അവസരത്തിൽ നിങ്ങളെല്ലാവരും എത്തിച്ചേർന്ന എല്ലാവർക്കും പ്രത്യേകം നന്ദിയും ഞാൻ രേഖപ്പെടുത്താണ്. എന്തായാലും ഞാൻ വിളിച്ചിട്ട് ശ്രുതി സിത്താര വന്നു, ഇനാഗ്രേഷൻ ചെയ്തു തന്നു. അതിലൊരുപാട് സന്തോഷമുണ്ട്. അതുപോലെ ശ്രുതി പറഞ്ഞ പോലെ ഒരുപാട് ബ്രാഞ്ചുകൾ ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഉണ്ടാവട്ടെ. തൃശ്ശൂർ മാത്രമല്ല കേരളം മൊത്തം ഉണ്ടാവണം എന്നാണ് എൻ്റെ ആഗ്രഹം അല്ലേ. പിന്നെ ഭാവിയിൽ വേണമെങ്കിൽ നമുക്ക് വല്ല ഗൾഫിലോ യൂറോപ്പിലൊക്കെ വേണമെങ്കിൽ സെറ്റ് ചെയ്യാം. പക്ഷേ നിങ്ങൾ എല്ലാ പ്രേക്ഷകരുടെയും അതുപോലെ തന്നെ എൻ്റെ തൃശ്ശൂർ ജില്ലക്കാർ, എൻ്റെ നാട്ടുകാർ, എല്ലാ നാട്ടുകാരും സഹകരിക്കണമെന്ന് ഞാനിപ്പോൾ അഭ്യർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാം പറഞ്ഞ പോലെ തന്നെ നല്ലൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു റെസ്റ്റോറൻ്റ് ആയിട്ട് മാറട്ടെ എന്ന് നമുക്ക് എല്ലാവർക്കും ആശംസിക്കാം അല്ലേ. അപ്പോൾ എല്ലാവരും ഓൾ ദി ബെസ്റ്റ് തരികയാണ്. താങ്ക് യു.